വെൽക്കം ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ആവശ്യമുള്ള ഒരു ഹെയർ ബൺ എങ്ങനെ വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാനാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഇലാസ്റ്റിക് ത്രെഡാണ്. ഇതുപോലുള്ള ഇലാസ്റ്റിക് ത്രെഡ് എല്ലാ ഓർണമെൻറ്റ്സ് മേക്കിംഗ് ഐറ്റംസ് ലഭിക്കുന്ന ഷോപ്പുകളിൽ നിന്നും റോളായി വാങ്ങാൻ ലഭിക്കും. അതുപോലെ ഇലാസ്റ്റിക് ത്രെഡ് വേണം. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ബീഡ്സ് ആണ്. പിന്നെ വേണ്ടത് സൂപ്പർ ഗ്ലൂ. ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഹെയർ ബൺ വീട്ടിൽ വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഈ ഇലാസ്റ്റിക് ത്രെഡ് ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെയുള്ള 2 ബൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ത്രെഡ് ഇവിടെ 15 സെൻറ്റിമീറ്റർ വീതം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതുപോലുള്ള ഒരു ബീഡ് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം സൂപ്പർ ഗ്ലൂ എടുത്ത് ഒരൊറ്റ ഡ്രോപ്പ് ഇതിന് ഹോളിലെ സൈഡിലേക്ക് വെച്ച് എടുക്കണം. അതിനുശേഷം ഈ ത്രെഡിൻ്റെ ഒരു സൈഡ് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡും ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി അടുത്ത ബീഡ് എടുക്കുക. അതിലേക്ക് ഹോളുള്ള സൈഡിൽ നോക്കി ഒരു ഡ്രോപ്പ് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ത്രെഡിൻ്റെ മറ്റേ അറ്റവും അതിനുള്ളിലോട്ട് കടത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു ത്രെഡും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലും ഒരു ബീഡ് എടുത്ത ശേഷം ജസ്റ്റ് ഒരു സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഒരൊറ്റ ഡ്രോപ്പ് മാത്രം മതി. അതിനുശേഷം വീണ്ടും ഇത് ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ബീഡ് കൂടി എടുത്ത് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് തേക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ത്രെഡുകളും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ത്രെഡ് കയ്യിലെടുക്കുക. ഒരു 4 വിരലുകൾ ഇങ്ങനെ കൂട്ടി വെച്ച ശേഷം ത്രെഡ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു സൈഡ് എടുത്തിട്ട് ഉള്ളിലൂടെ എടുത്ത് വീണ്ടും പുറത്തേക്ക് എടുക്കുക. അത് ഈ 2 അറ്റവും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഈ 2 സൈഡിൻ്റെയും ലെങ്ത്ത് സെയിം ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കെട്ടുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയാൽ മതി. അങ്ങനെ വലിച്ച് മുറുക്കി കൊടുക്കണം. ഇലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് നല്ലപോലെ മുറുകിയിരിക്കും. പ്രത്യേകിച്ച് അഴിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി അതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ തന്നെ വിരലിന് ചുറ്റും റോൾ ചെയ്തെടുക്കാം. ഇതിനുള്ളിലൂടെ കടത്തി ഈ 2 സൈഡും കൂടെ കെട്ടിക്കൊടുക്കാം. ബണ്ണിവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ബണ്ണുകളാണ് ഇതെല്ലാം. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായ ഒരു മെത്തേഡാണിത്. കാണാൻ നല്ല ഭംഗിയും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.